തുടർച്ചയായ രണ്ടാം വട്ടവും അധികാരത്തിലെത്തുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. ഇന്ദിരാഗാന്ധിക്കു ശേഷം ആദ്യമായി വൻ ഭൂരിപക്ഷത്തിൽ തന്റെ പാർട്ടിയെ അധികാരത്തിലെത്തിച്ച അനശ്വര നേതാവ്. ഇന്ത്യയെ ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയാക്കിയ ഭരണാധികാരി. ഇന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 3 ട്രില്യണും കടന്ന് 5 ട്രില്യണിലേക്ക് കുതിക്കുമ്പോൾ അതിന്റെ അമരക്കാരൻ യഥാർത്ഥത്തിൽ ആരാണ് ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദി? 1950 സെപ്റ്റംബർ 17 ഗുജറാത്തിലെ വാട്നഗർ എന്ന ചെറുപട്ടണത്തിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ദാമോദർ ദാസ് മുൽചന്ദ് മോദിയുടെയും ഹീരാബെന്നിന്റെയും 6 മക്കളിൽ 3ാമത്തെ മകനായാണ് നരേന്ദ്രമോദിയുടെ ജനനം. ഒട്ടനവധി ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞതായിരുന്നു മോദിജിയുടെ കുട്ടിക്കാലം. പിൽക്കാലത്ത് സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത് മോദിജി നേരിട്ട കഷ്ടപ്പാടുകളും പ്രതിസന്ധികളുമാണ്. യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവും അദ്ദേഹത്തിന്റെ കുടുംബത്തിനില്ലായിരുന്നു. കുട്ടിക്കാലത്ത് വാട്നഗർ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കാൻ അദ്ദേഹം അച്ഛനെ സഹായിച്ചിരുന്നു. പിന്നീട് മുതിർന്നപ്പോൾ അദ്ദേഹം സഹോദരനൊപ്പം സ്വന്തമായൊരു ചായക്കട തുടങ്ങിയിരുന്നു. 1967 മോദിജി തന്റെ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 8 വയസ്സ് മുതൽ അദ്ദേഹം RSSൽ അംഗമാണ്. ചെറുപ്പത്തിൽ തന്നെ മോദിജി സ്വാമി വിവേകാനന്ദന്റെ തത്വങ്ങളിൽ ആകൃഷ്ടനായിരുന്നു. 17ാം വയസ്സിൽ വീട് വിട്ടിറങ്ങിയ അദ്ദേഹം ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്തു. നിരവധി പുണ്യസ്ഥലങ്ങളും ആശ്രമങ്ങളും ആത്മീയ കേന്ദ്രങ്ങളും സന്ദർശിച്ച അദ്ദേഹം 2 വർഷങ്ങൾക്കു ശേഷമാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. കുറച്ചു നാളുകൾ വാട്നഗറിൽ തങ്ങിയ അദ്ദേഹം അതിനുശേഷം അഹമ്മദാബാദിലേക്ക് പോയി. അവിടെ തന്റെ അമ്മാവനൊപ്പം തങ്ങിയ മോദിജി അമ്മാവനൊപ്പം ക്യാൻറ്റീനിൽ ജോലി നോക്കി. 1970 തന്റെ 20ാമത്തെ വയസ്സിൽ അദ്ദേഹം RSSന്റെ പൂർണ്ണസമയ പ്രവർത്തകനായി. 1971 മോദിജി RSSന്റെ പൂർണ്ണസമയ പ്രചാരകനായി മാറി. 1970കളുടെ തുടക്കത്തിൽ അദ്ദേഹം തന്റെ പ്രദേശത്ത് RSSന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് അഥവാ ABVPയുടെ യൂണിറ്റ് ആരംഭിച്ചു. 1975 ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ അടിയന്തരാവസ്ഥ കാലത്ത് RSSനെ നിരോധിക്കുകയും പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തപ്പോൾ ഒളിവിൽ പോയ മോദിജി അവിടെ ഇരുന്നു കൊണ്ട് സർക്കാരിനെതിരെയുള്ള ലേഖനങ്ങൾ എഴുതി അത് ജനങ്ങളിലേക്ക് എത്തിച്ചു. മാത്രമല്ല മറ്റ് പ്രവർത്തകർക്ക് സുരക്ഷിതമായി കഴിയാനുള്ള സാഹചര്യം അദ്ദേഹം ഒരുക്കുകയും ചെയ്തു. 1985 RSS നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മോദിജി BJPയിലെത്തുന്നത്. മികവുറ്റൊരു സംഘാടകൻ എന്ന ഖ്യാതി അദ്ദേഹത്തെ BJP ഗുജറാത്ത് ഘടകത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്ന പദവിയിലെത്തിച്ചു. BJPയുടെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുന്നതിനു വേണ്ടി LK അദ്വാനി നയിച്ച രഥയാത്രയും മുരളി മനോഹർ ജോഷി നയിച്ച ഏക്താ യാത്രയും വിജയകരമാക്കുന്നതിൽ മോദിജി മുൻപന്തിയിലായിരുന്നു. 1995 BJP ഗുജറാത്ത് സംസ്ഥാന അസംബ്ലി ഇലക്ഷൻസ് വിജയിക്കുന്നതിൽ മോദിജിയുടെ ആസൂത്രണ മികവും സംഘടനാ മികവും വളരെ വലിയ ഘടകമായിരുന്നു. ആ വർഷം തന്നെ BJPയുടെ നാഷണൽ സെക്രട്ടറിയായി മോദിജി ചുമതലയേറ്റു. 1998 ഗുജറാത്ത് അസംബ്ലി ഇലക്ഷൻസ് BJP ജയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് മോദിജി തന്നെയായിരുന്നു. അതിനുശേഷം ആ വർഷം തന്നെ അദ്ദേഹം BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായി ഉയർത്തപ്പെട്ടു. വലിയ ജനപിന്തുണയോടെ 2001 ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം മോദിജിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. തുടർച്ചയായ 3 തവണയും ജനങ്ങൾ അദ്ദേഹത്തെ തങ്ങളുടെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു. 2014 പ്രധാനമന്ത്രിയാകുന്നതുവരെ അദ്ദേഹം ആ ചുമതല പൂർണ്ണമായി നിർവഹിച്ചു. ഗുജറാത്ത് മുഖ്യമന്ത്രിയായ ശേഷം മോദിജി നടപ്പിലാക്കിയ തീരുമാനങ്ങൾ ഗുജറാത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതായിരുന്നു. അധികാരത്തിലെത്തിയ ശേഷം ഗുജറാത്തിന്റെ ഉൾപ്രദേശങ്ങളിലടക്കം വൈദ്യുതി എത്തിക്കാൻ മോദിജിക്കായി. മറ്റ് സംസ്ഥാനങ്ങളിൽ പവർ കട്ട് കാരണം ആളുകൾ പൊറുതിമുട്ടിയപ്പോൾ ഗുജറാത്തിൽ അത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒന്നായി. പൊതുസ്ഥലങ്ങളിൽ ആളുകൾ മലമൂത്ര വിസർജനം ചെയ്യുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഗുജറാത്തിലെ വീടുകളിൽ സർക്കാർ ചിലവിൽ ശൗചാലയങ്ങൾ കൊണ്ടുവരുന്നത്. പിന്നീട് പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹം ഈ പദ്ധതി ഇന്ത്യ ഒട്ടാകെ നടപ്പിലാക്കി. അന്ന് ഒരുപാട് പേർ ഇതിനെ പരിഹസിച്ചും കളിയാക്കിയും മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിലെ മിക്ക സ്ഥലങ്ങളിലും ആളുകൾ മലമൂത്ര വിസർജനം നടത്തിയിരുന്നത് പൊതുസ്ഥലങ്ങളിലായിരുന്നു. വൃത്തിഹീനമായ ഈ അന്തരീക്ഷം ചുറ്റുപാടും മാരകമായ പല രോഗങ്ങൾക്ക് വരെ കാരണമായിരുന്നു. മാത്രമല്ല, ലോകം ഇന്ത്യയുടെ ഈ അവസ്ഥയെ അവജ്ഞയോടും അറപ്പോടും കൂടിയാണ് കണ്ടിരുന്നത്. ഇത് ഇന്ത്യക്കെതിരെ ലോകത്തിനു മുമ്പിൽ പ്രചരണമാക്കാനും അവർ ശ്രമിച്ചിരുന്നു. പാമ്പാട്ടികളുടെയും രോഗങ്ങളുടെയും നാടാണെന്ന കിംവദന്തി ഊട്ടിയുറപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ ഇന്ത്യയെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിവിട്ട വൈദേശിക ആക്രമണത്തിന്റെയും സാമ്രാജ്യത്വ ക്രൂരതകളുടെയും കഥ അപ്പോഴും അവർ മറച്ചുപിടിച്ചു.
കുടിവെള്ളക്ഷാമത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾക്ക് കുടിവെള്ളം സംഭരിക്കാനായി കിലോമീറ്ററുകളോളം നടക്കേണ്ടി വന്നപ്പോൾ അവരുടെ വീടുകളിൽ തന്നെ കുടിവെള്ളം എത്തിക്കാൻ മോദിജിക്കായി. ഗുജറാത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ സഞ്ചാരയോഗ്യമായ റോഡുകൾ അദ്ദേഹം കൊണ്ടുവന്നു. നിലവിലുള്ള റോഡുകൾ മെച്ചപ്പെടുത്തി. ഇത്തരത്തിൽ സമൂഹത്തിലെ എല്ലാത്തരം ആളുകളെയും ബാധിക്കുന്ന അടിസ്ഥാനപരമായ വികസനമാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയത്. ഒട്ടനവധി ഇൻഡസ്ട്രികൾ ആരംഭിക്കാൻ വഴി തുറന്നതോടെ ഗുജറാത്ത് ഒരു ഇൻഡസ്ട്രി ഹബ്ബായി മാറുകയും ഇതിലൂടെ ഒട്ടനേകം പേർക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. ഇതിലൂടെ വലിയൊരു സാമ്പത്തിക വളർച്ചയാണ് ഗുജറാത്ത് നേടിയത്. ഇത്തരത്തിൽ ഗുജറാത്തിന്റെ വികസന മാതൃക ഇന്ത്യ ഒട്ടാകെ ചർച്ചയാവുകയും നരേന്ദ്രമോദി ഏറ്റവും അധികം ജനപിന്തുണയുള്ള നേതാവായി മാറുകയും ചെയ്തു. ജനങ്ങൾക്കിടയിലെ ഈ വികാരം തന്നെയാണ് 2014 മറ്റു പല നേതാക്കളെയും പിന്തള്ളി മോദിജിയെ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയതും അധികാരത്തിലെത്തിച്ചതും. ഇന്ന് ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ഉയരുമ്പോൾ അതിന്റെ അമരക്കാരനായി നിൽക്കുന്നത് നരേന്ദ്രമോദി തന്നെയാണ്. അധികാരത്തിലെത്തിയ ശേഷം നരേന്ദ്രമോദി നടപ്പിലാക്കിയ മാറ്റങ്ങൾ ഇന്ത്യയെ അടിമുടി മാറ്റുന്നതായിരുന്നു. മറ്റു ലോകരാജ്യങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കാനാണ് തുടക്കകാലത്ത് അദ്ദേഹം മറ്റു രാജ്യങ്ങളിൽ സന്ദർശനങ്ങൾ നടത്തിയത്. ഇത് അന്താരാഷ്ട്രപരമായും വാണിജ്യപരമായും സൈനികപരമായും ഇന്ത്യക്ക് ഏറെ ഗുണകരമായി. എന്നാൽ അന്ന് മോദിജി ഫ്രീ ആയി ടൂർ നടത്തുന്നു എന്ന് പറഞ്ഞ് കളിയാക്കിയവർ ഇതിനു പിന്നിലെ ശരിയായ കാരണം മനസ്സിലാക്കാത്തവരാണ്. അല്ലാതെയുള്ളവർ സ്വാർത്ഥമായ ഗൂഢലക്ഷ്യങ്ങൾ ഉള്ളവരാണ്. വലിയ രീതിയിലുള്ള കള്ളപ്പണവും വ്യാജ കറൻസി നോട്ടുകളും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലെത്തുകയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നോട്ട് നിരോധനം ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ഇന്ത്യയുടെ ഭാഗമായിട്ട് പോലും പ്രത്യേക ഭരണഘടനയും പദവിയും അധികാരവും കാശ്മീരിന് നൽകിയിരുന്നു. ഇതെല്ലാം ചിലരുടെ ചില പ്രത്യേക താൽപ്പര്യങ്ങളുടെ ഭാഗമായിരുന്നു. ഇന്ത്യയിൽ മറ്റു സ്ഥലങ്ങളിലുള്ള ആർക്കും കാശ്മീരിൽ സ്ഥലം വാങ്ങാനോ വിൽക്കാനോ കഴിയുമായിരുന്നില്ല. പാകിസ്ഥാൻ അനുകൂലികളായ പ്രദേശവാസികൾ ഇന്ത്യൻ സൈന്യത്തെ കല്ലെറിയുന്ന സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കാശ്മീരിൽ ഹിന്ദു പണ്ഡിറ്റുകൾക്ക് നേരെ നടന്ന പൈശാചികമായ വംശഹത്യ നമുക്കെല്ലാം അറിവുള്ളതാണ്. തീവ്രവാദത്തിന്റെ ഒരു പ്രഭവ കേന്ദ്രമായിരുന്നു കാശ്മീർ. ഇതിനെല്ലാം അവസരമൊരുക്കിയ ആർട്ടിക്കിൾ 375 എടുത്തു കളഞ്ഞതിലൂടെ ചരിത്രപരമായ ഒരു തീരുമാനമാണ് മോദി സർക്കാർ കൈക്കൊണ്ടത്. ഇത് രാജ്യസുരക്ഷയ്ക്കും കാശ്മീരിന്റെ വികസനത്തിനും നിർണായക തീരുമാനമായി. നമുക്കറിയാം, വിഭജനത്തിന്റെ പേരിൽ ഇന്ത്യ മതത്തിന്റെ അടിസ്ഥാനത്തിലായി പല ഭാഗങ്ങളായി വെട്ടിമുറിക്കപ്പെട്ടു. ഇതിന്റെ ഭാഗമായി സ്വാതന്ത്ര്യത്തിനു ശേഷം പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പെട്ടുപോയ ഹിന്ദുക്കൾ ഒട്ടനവധി ക്രൂരതകളാണ് കാലാകാലങ്ങളായി അനുഭവിച്ചു വരുന്നത്. 1947 പാകിസ്ഥാനിലുണ്ടായിരുന്ന 15% ഹിന്ദു ജനസംഖ്യ ഇന്ന് 3%-ലും താഴെയാണ്. നിർബന്ധപരമായ മതപരിവർത്തനം, അരുംകൊലകൾ, 10ഉം 12ഉം വയസ്സുള്ള ഹിന്ദു പെൺകുട്ടികളെ പോലും തട്ടിക്കൊണ്ടുപോയി ലൈംഗിക താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന, അവർ കുട്ടികൾക്ക് ജന്മം നൽകേണ്ടി വരുന്ന ക്രൂരതകളാണ് ഹിന്ദു സമൂഹം അവിടെ അനുഭവിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള ക്രൂരതകളിൽ നിന്ന് അവരെ രക്ഷിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനും ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനും സമാധാനപരമായ ഒരു ജീവിതം അവർക്കൊരുക്കി കൊടുക്കുന്നതിനുമാണ് പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്നത്. എന്നാൽ ദൗർഭാഗ്യകരം എന്തെന്നാൽ അതിനുശേഷം ഇന്ത്യ വിരുദ്ധ ശക്തികൾ രാജ്യത്തെമ്പാടും യൂണിവേഴ്സിറ്റികളിലും അക്രമങ്ങളും സമരങ്ങളും അഴിച്ചുവിടുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. മോദിജിയുടെ ഭരണത്തിന് കീഴിൽ അടിക്ക് തിരിച്ചടി എന്ന നയമാണ് ഇന്ത്യ സ്വീകരിച്ചത്. പാകിസ്ഥാനെതിരെയുള്ള സർജിക്കൽ സ്ട്രൈക്കൊക്കെ അതിന് ഉദാഹരണമാണ്. ഇത്തരത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത പ്രവർത്തികളിലൂടെ ഭാരതത്തിന്റെ പുതുചരിത്രം രചിക്കുകയാണ് ആ നരേന്ദ്ര ജന്മം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുമല്ലോ, ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ അതൊരുപാട് പ്രചോദനമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.